രണ്ടാം പിണറായി സർക്കാരിന്റെ 4ാം വാർഷികത്തോടനുബന്ധിച്ച് എറണാകുളത്ത് സംഘടിപ്പിച്ച എന്റെ കേരളം പ്രദർശന വിപണനമേള സമാപിച്ചു. 7 ദിവസം നീണ്ടുനിന്ന മേളയിൽ ആദ്യ ദിനം മുതൽ വലിയ തിരക്കാണ് അനുഭവപ്പെട്ടത്. ഒരാഴ്ച നീണ്ടുനിന്ന മേളയിൽ 1 ലക്ഷത്തിലധികം പേർ പങ്കെടുത്തു. മുഖ്യമന്ത്രി പിണറായി വിജയന്റെ നേതൃത്വത്തിൽ LDF സർക്കാർ കേരളത്തിൽ നടപ്പാക്കിയ വികസനങ്ങളും മാറ്റങ്ങളും പ്രതിഫലിക്കുന്നതായിരുന്നു എന്റെ കേരളം പ്രദർശന വിപണനമേള. മറൈൻ ഡ്രൈവ് ഗ്രൗണ്ടിൽ ഒരാഴ്ചക്കാലം നീണ്ടുനിന്ന മേളയിൽ ആദ്യ ദിനം മുതൽ തന്നെ വലിയ തിരക്ക് അനുഭവപ്പെട്ടിരുന്നു. പ്രദർശന വിപണനമേളയിൽ സർക്കാർ സേവനങ്ങൾ കൂടി ലഭ്യമാക്കാൻ കഴിഞ്ഞത് മേളയുടെ വിജയത്തെ സഹായിച്ചുവെന്ന് ജില്ലാ കലക്ടർ NSK ഉമേഷ്. സർക്കാരിന്റെ ഡിഫറെന്റ് സ്റ്റാൾസ്, അച്ചീവ്മെന്റ്സ്, ഗവൺമെന്റ് പ്രോഗ്രാംസിന്റെ അവയർനെസ്, ഇപ്പോൾ ആളുകളെല്ലാം വാട്ടർ അതോറിറ്റി എന്ത് ചെയ്യുന്നു, PWD, റവന്യൂ എന്ത് സർവീസസ്, അക്ഷയ എന്ത് സർവീസസ്, ഓരോരുത്തരും ഓരോരോ സ്റ്റാൾ വരുമ്പോൾ ആ വകുപ്പിൽ കിട്ടുന്ന സേവനങ്ങളെക്കുറിച്ച് ഒരു അവയർനെസ് കിട്ടുന്നു. ഐ ഫെൽറ്റ് ദറ്റ് വെരി ഇൻട്രസ്റ്റിംഗ്. വരുന്ന ഓരോരോ ആളുകളും ചുമ്മാ നടക്കാതെ കുറച്ച് നേരം ഓരോരോ ഡിപ്പാർട്ട്മെൻറ്റ് സ്റ്റാളിലും സ്പെൻഡ് ചെയ്യുമ്പോൾ ആ ഡിപ്പാർട്ട്മെൻറ്റുടെ സർവീസസ് എന്താണ്, അച്ചീവ്മെൻറ്റ്സ് എന്താണ്, എന്തെല്ലാം നമുക്ക് ആ ഡിപ്പാർട്ട്മെൻറ്റിന് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റിയ സർവീസസ്, RTO, ഇങ്ങനെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിരുന്നു. 260-ലധികം സ്റ്റാളുകളാണ് മേളയിൽ ഒരുക്കിയിരുന്നത്. സൗജന്യ സേവനങ്ങൾ ഒരുക്കി വിവിധ സർക്കാർ വകുപ്പുകളും മേളയുടെ സാന്നിധ്യമായി. സർക്കാർ സേവനങ്ങൾക്കും സർക്കാരിന്റെ പ്രവർത്തനങ്ങൾ കൂടുതൽ വ്യക്തമാക്കുന്ന തീം സ്റ്റാളുകളും മേളയിൽ ഒരുക്കിയിരുന്നു. നല്ലതായിരുന്നു, നല്ല തിരക്കായിരുന്നു. ഇവിടെ ഇപ്പം ഞങ്ങൾ ഇറിഗേഷൻ ഡിപ്പാർട്ട്മെൻറ്റിൽ ഉണ്ടായിരുന്ന പ്രോജക്ട്സുകളും അതുകൊണ്ടുണ്ടായ നേട്ടങ്ങൾ അതൊക്കെയാണ് കാണിച്ചിരിക്കുന്നത്. ഇപ്പോൾ ഇത് തന്നെ ചെല്ലാനം പ്രോജക്ട്സിൻ്റെയാണ് കാണിച്ചിരിക്കുന്നത്. പിന്നെ ഡാമുകളും ഡാമിൻ്റെയൊക്കെ 2018 നമുക്ക് വെള്ളപ്പൊക്കം ഉണ്ടായപ്പോഴേ ഇറിഗേഷൻ ഡിപ്പാർട്ട്മെൻ്റ് ഒരു ഇത് നമുക്കറിയാൻ കഴിഞ്ഞു. ജനങ്ങൾക്ക് നല്ലൊരു ബോധവൽക്കരണം ഉണ്ടായി. റെസ്പോൺസാണ് നമുക്ക് കിട്ടിക്കൊണ്ടിരുന്നത്. കാരണം വെച്ചാൽ സാധാരണ ജനങ്ങൾക്ക് പ്രവേശനം ലഭ്യമല്ലാത്ത ഒരു ട്രീറ്റ്മെൻറ്റ് പ്ലാന്റിൻ്റെ എല്ലാ പ്രോസസ്സുകളും നേരിട്ട് കാണാൻ പറ്റുന്ന ഒരു മിനിയേച്ചറാണ് വാട്ടർ അതോറിറ്റിയിൽ ജീവനക്കാരെ അനുവദിക്കുന്നത്. അതുകൊണ്ട് നല്ലൊരു റെസ്പോൺസ് കിട്ടുന്നുണ്ട്. സാധാരണ ജനങ്ങൾ വിചാരിക്കുന്ന പുഴയിലിരിക്കുന്ന വെള്ളം വെറുതെ അടിച്ച് ജനങ്ങൾക്ക് പൈപ്പിലൂടെ കൊടുക്കുന്നതാണ് വിചാരിച്ചിരിക്കുന്നത്. ഇത്ര ഈ കാണുന്ന വിവിധ ഘട്ടങ്ങളിലൂടെ പ്രോസസ്സുകളിലൂടെയാണ് കടന്നു പോകുന്നത് കാണുമ്പോൾ ആളുകൾ ഒരു അത്ഭുതമായിട്ടാണ് ഞങ്ങൾക്ക് തോന്നിയിട്ടുള്ളത്. നല്ല പാർട്ടിസിപ്പേഷൻ. ഈ 7 ദിവസവും നല്ല തിരക്കാണ് ഞങ്ങൾക്ക് ഈ സ്റ്റാളിൽ അനുഭവപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. അതിൽ ഞങ്ങൾക്ക് വളരെ സന്തോഷമുണ്ട്. കുടുംബശ്രീയുടെ ഫുഡ് കൗണ്ടറുകളും വിൽപ്പന സ്റ്റാളുകളും മേളയിലെ സന്ദർശകരുടെ പ്രിയപ്പെട്ട ഇടങ്ങളായി. 7 ദിവസം നീണ്ടുനിന്ന മേളയിലൂടെ നിരവധി ആളുകളാണ് വിവിധ സേവനങ്ങൾ പ്രയോജനപ്പെടുത്തിയത്. എല്ലാ കാര്യങ്ങളും പറഞ്ഞു കൊടുക്കാനൊക്കെ പറ്റിയിട്ടുണ്ട്. ഇപ്പം ഞങ്ങൾ ഇന്ന് കൊണ്ടുവന്നേക്കണ അമൃതം പൊടിയുടെയാണ്, അംഗനവാടിയുടെ. ഞങ്ങൾ ആദ്യം മുതലേ ഉണ്ട്, തുടങ്ങിയ ദിവസം മുതൽ ഇന്ന് വരെ ഉണ്ട്. നമ്മുടെ ഓരോ പ്രോജക്റ്റുകാരുണ്ട്. ഇന്ന് ഞങ്ങൾ പള്ളുരുത്തി ഗ്രൂപ്പിൻ്റെയാണ്. ഇന്ന് ഞങ്ങളോട് റെഡ് വിഭവങ്ങൾ ഉണ്ടാക്കാനാണ് പറഞ്ഞത്. അമൃതം പൊടി കൊണ്ടിട്ട് റെഡായിട്ടുള്ള വിഭവങ്ങൾ ഉണ്ടാക്കി വന്നത്. ഇപ്പോൾ ഓരോ റെസിപ്പികളും നമ്മൾ പറഞ്ഞു കൊടുക്കുന്നുണ്ട്. പിന്നെ റെസിപ്പി നമ്മൾ എഴുതി വെച്ചിട്ടുണ്ട്. ഇവിടെ കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്. കേരളത്തിന്റെ വികസനങ്ങൾ കണ്ടറിയാനുള്ള സൗകര്യങ്ങളും മേളയിലുണ്ടായിരുന്നു. സ്റ്റാർട്ടപ്പ് മിഷൻ സ്റ്റാളുകളും കുട്ടികളുടെ പാർക്കും സിനിമാ തിയേറ്ററും സന്ദർശകർക്ക് പുതിയ അനുഭവമായി. മേള അടിപൊളിയാണ്, ഒരു വ്യത്യസ്തമായിട്ടുള്ള അനുഭവമായിരുന്നു. പിന്നെ നമ്മൾ കാണാത്ത പല കാഴ്ചകളും പുതിയ കുറേ ആളുകളെയും പല ഡിപ്പാർട്ട്മെൻറ്റുകളിലായിട്ട് പരിചയപ്പെടാൻ അവസരമായി. നമുക്കറിയാത്ത പല സേവനങ്ങളും ഇപ്പോൾ ഈ നമ്മുടെ ഫസ്റ്റ് എയ്ഡ് നൽകുന്നുണ്ട്. ഫയർഫോഴ്സിൻ്റെ അവിടെയൊക്കെ പോയി ഞങ്ങൾക്ക് CPR ഒക്കെ നേരിട്ട് ചെയ്യാൻ പറ്റി. അതുപോലെ തന്നെ ഞങ്ങളുടെ യൂണിവേഴ്സിറ്റി പല കോഴ്സുകളും ഇപ്പോൾ +2 കഴിഞ്ഞ് നിൽക്കുന്ന പല വിദ്യാർത്ഥികൾ ഇപ്പോൾ റിസൾട്ട് വന്ന സാഹചര്യത്തിൽ ഫൈൻ ആർട്സ് സംബന്ധിച്ചും സംസ്കൃതം സംബന്ധിച്ചും പല കോഴ്സുകൾ ഞങ്ങൾക്കും അറിയിക്കാൻ പറ്റി. ഇത് നല്ലൊരു അവസരമാണ്, ഇനി തുടർന്നുണ്ടാവണം. വളരെ അഭൂതപൂർവമായ തിരക്കുണ്ടായിരുന്നു. എല്ലാവരും നന്നായിട്ട് പങ്കെടുത്തു. ഇത് പൊതുവിദ്യാഭ്യാസ വകുപ്പിൻ്റെ സ്റ്റാളാണ്. ഈ സ്റ്റാളിൽ VHSC വൊക്കേഷണൽ ഹയർ സെക്കൻഡറി എഡ്യൂക്കേഷൻ്റെ പ്രാധാന്യത്തെക്കുറിച്ച് അറിയിക്കാനാണ് ഞങ്ങളുടെ ഒരു ഭാഗം എന്നത്. ഞങ്ങൾ NSSൻ്റെ ഉണ്ട്, VHSC കരിയർ ഗൈഡൻസ് ഉണ്ട്, VHSC മരട് മാങ്കായിൽ വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളുണ്ട്, പിന്നെ ഹയർ സെക്കൻഡറി കരിയർ ഗൈഡൻസിനെ കുറിച്ചുണ്ട്, പിന്നെ SSK BRC അവരെല്ലാവരും ഉണ്ട്. ഈ ഒരു സ്റ്റോളിൽ നന്നായിട്ട് ഞങ്ങളുടെ കുട്ടികൾ ചെയ്യുന്ന മഗ് പ്രിൻ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ടായിരുന്നു, കലണ്ടർ പ്രിൻ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ടായിരുന്നു. നന്നായിട്ട് ഞങ്ങൾ കൊണ്ടുവന്ന മഗ്, കലണ്ടർ എല്ലാം തീർന്നു. നന്നായിട്ട് ആളുകൾ പങ്കെടുത്തു. നല്ല തിരക്കുണ്ടായിരുന്നു. ആളുകൾക്കിത് വളരെ ഉപകാരപ്പെട്ടു. പല ഡിപ്പാർട്ട്മെൻറ്റുകളെക്കുറിച്ച് അറിയാനായിട്ട് ആളുകൾക്ക് കഴിഞ്ഞു.
വിദ്യാഭ്യാസത്തെക്കുറിച്ച് അതിൻ്റെ ഇതിൽ പറയുകയാണെങ്കിൽ ഓരോ സെഷനെക്കുറിച്ച് എന്താണെന്ന് തിരിച്ചറിയാനായിട്ട് ആളുകൾക്ക് കഴിഞ്ഞിട്ടുണ്ട്. 1 ലക്ഷത്തിലധികം ആളുകൾ മേളയുടെ ഭാഗമായി. വ്യവസായ വകുപ്പിന് കീഴിൽ അണിനിരുന്ന വിവിധ വാണിജ്യ സ്റ്റാളുകളിൽ നിന്നായി 52 ലക്ഷം രൂപയുടെ വിറ്റുവരവാണ് നടന്നത്. ഗായകൻ സൂരജ് സന്തോഷിന്റെ ഗാനമേളയോടെയായിരുന്നു മേള സമാപിച്ചത്. 24 കൊച്ചി.